കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു സന്യാസി ഒരു അത്ഭുത ദൃശ്യം കണ്ട് നിന്നു. ഒരു മാൻ രണ്ട് സിംഹങ്ങളുടെ ഇടയ്ക്ക് വളരെ അന്തസ്സോടെ തലയുയർത്തി നടന്നു വരുന്നു. സന്യാസിക്ക് അത്ഭുതമായി. എന്താണിത്? സിംഹത്തിന് പേടിയില്ലേ ഈ മാനിന്? സന്യാസി മാനിനോട് ചോദിച്ചു, ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ രഹസ്യമൊന്ന് പറയാമോ? മാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ ഇവരുടെ അമ്മയാണ്. 2 വർഷം മുമ്പ് ഇവരുടെ അമ്മ ചത്തുപോയി. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണു പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി പാല് കൊടുത്ത് വളർത്തി ഒരു അമ്മയെ പോലെ അവയെ നോക്കി വളർത്തി വലുതാക്കി. ഇപ്പോഴിവർ വലുതായി. ഇപ്പോഴിവർ കാട്ടിൽ മുഴുവനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങളുടെ അമ്മയെ എല്ലാവരും ആദരിക്കണം. ആരും ഒരു തരത്തിലുള്ള ഉപദ്രവവും ഞങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. എനിക്ക് വളരെ അഭിമാനമാണ് എൻ്റെ മക്കളെക്കുറിച്ച്. ഈ കാര്യം മരത്തിൻ്റെ മേലിരുന്ന ഒരു തത്ത കണ്ടു. തത്ത വിചാരിച്ചു, എനിക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ഇങ്ങനെ പേരും പ്രശസ്തിയും ആദരവും നേടണമെന്ന്. അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു പാമ്പ് വേദന കൊണ്ട് പുളഞ്ഞ് ഇഴയാനാവാതെ കിടക്കുന്നത് ആ തത്ത കണ്ടു. അത് പെട്ടെന്ന് പറന്ന് അതിനടുത്തേക്ക് വന്നു. എന്നിട്ട് പാമ്പിൻ്റെ മേൽ ഒരു വലിയ മുള്ള് കുടുങ്ങി കിടക്കുന്നത് കണ്ട് അത് വലിച്ചു ഊരിയെടുത്തു. ശരീരത്തിൽ നിന്ന് മുള്ള് ഊരിയെടുത്തപ്പോൾ പാമ്പിൻ്റെ വേദന മാറി. അത് ഈ തത്തയെ ആഞ്ഞുകൊത്തി. എന്നിട്ട് കുറ്റിക്കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. സന്യാസി ഓടിച്ചെന്ന് തത്തയോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ പാമ്പിനെ സഹായിക്കാൻ നിന്നത്? തത്ത വേദനയോടെ പറഞ്ഞു, ഞാൻ ആ മാനിനെ കണ്ട് അതിനെ പോലെയാവാൻ ആഗ്രഹിച്ചു. ഇതിനെ സഹായിക്കാമെന്ന് കരുതിയതായിരുന്നു. ആ മാനിന് സ്നേഹവും ആദരവുമാണ് ലഭിച്ചത്. എന്നാൽ എനിക്കോ വേദനയും വിഷവുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സന്യാസി പറഞ്ഞു, തത്തമ്മേ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന ഉപകാരങ്ങളെ മാനിക്കുന്നവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. ചിലർ അങ്ങനെയാണ്. നമ്മൾ സഹായിച്ചാലും അവർ നമ്മളെ വിലയിടിച്ച് കാണിക്കാനും നമ്മെ നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത്തരക്കാരെ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.